Hey beautiful souls, you will be here for Agam Talks. This is Annie Levy. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ കോണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽദീവ്സിൽ ടീച്ചിങ് ജോബിനൊക്കെ അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ഇവിടേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കൊണ്ടുവരണം, അതായത് എസെൻഷ്യൽ ആയിട്ട് എന്തൊക്കെ കൊണ്ടുവരണം എന്നറിയാത്ത ഒരു എന്താ പറയുക കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എസെൻഷ്യൽ ആയിട്ട് കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ അധികം പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടത്താം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ്സ് ആണ്. സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. അതായത് നിങ്ങളൊരു BEd ഹോൾഡറൊക്കെ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് EQ അലവൻസസ്, അതായത് ഒരു BEd ഹോൾഡറിന് ഇവിടെ സ്പെഷ്യൽ അലവൻസുകളൊക്കെ കിട്ടുന്നുണ്ട്. അതിന് ആപ്ലിക്കേഷനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് മുതലുള്ള നിങ്ങളുടെ ഡിഗ്രി അതുപോലെ BEdൻ്റെ വരെയുള്ള സർട്ടിഫിക്കറ്റ്സ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഡിഗ്രിയുടെയൊക്കെ അല്ലെങ്കിൽ ഡിഗ്രിയുടെയും BEdൻ്റെയും PGയുടെയൊക്കെ മാർക്ക് ലിസ്റ്റുകളും നിങ്ങളുടെ കയ്യിൽ ആവശ്യമാണ്. അപ്പോൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവരുന്നത് നമുക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം സർട്ടിഫിക്കറ്റ്സ് ആണ്. മറന്നു പോകാതെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൈസയാണ്. അതായത് സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസി വഴിയൊക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് അവർ നമ്മളോട് പറയാറുണ്ട് $200 ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് $200 ഒക്കെ തന്നെ ധാരാളമായിരിക്കും. അതിൽ കൂടുതലൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. $200 അല്ലെങ്കിൽ എന്താ പറയുക അതിൽ കുറഞ്ഞു കൊണ്ടുവന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ വന്ന സമയത്ത് $200 ആയിരുന്നു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഏകദേശം $150 ആ ഒരു എക്സ്ചേഞ്ച് മാത്രം എനിക്ക് നടത്തേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ $200 വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ എയർപോർട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ഇവിടുത്തെ മാൽദീവിയൻ റുഫി ആക്കിയിട്ട് മാറ്റാം. അതല്ലെങ്കിൽ പുറത്ത് ഏജൻസി വഴിയായിട്ടൊക്കെ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ പൈസ കൊണ്ടുവരുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ, ഇപ്പോൾ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അരി അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ കൊണ്ടുവരാൻ വേണ്ടി, അതായത് ബേസിക് പർച്ചേസുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പണം കൊണ്ടുവരണമെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഞാൻ താമസിക്കുന്ന ഐലൻഡിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ സാലറി വന്ന ശേഷം മാത്രം റൂം റെൻ്റ് ഒക്കെ നമ്മൾ പേ ചെയ്താൽ മതി. അപ്പോൾ എന്താ പറയുക കുറച്ച് ഡിലേ ആയാലും കുഴപ്പമൊന്നുമില്ല, സാലറി വന്ന ശേഷം എല്ലാം കൂടി ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ബെനിഫിറ്റ് എൻ്റെ ഐലൻഡിൽ ഞാൻ കണ്ടു. എല്ലാ ഐലൻഡിലും അങ്ങനെ ആണോ എന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ ക്യാരി ചെയ്യേണ്ടത് ഒരു $200 ആണ് എപ്പോഴും ആവശ്യപ്പെടുക. ഇപ്പോൾ $200 ഒന്നും ഇല്ലെങ്കിലും അതിൽ വലിയ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് ഡോളേഴ്സ് ആയിട്ട് തന്നെ കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു എയർപോർട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ പുറത്ത് നിന്ന് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതൊരു ബേസിക് നീഡിന് വേണ്ടിയിട്ടാണ്. ഡ്രസ്സാണ് മൂന്നാമത്തെ കാര്യം. ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് ജെൻസിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയാം. ജെൻസ് ഇവിടെ ജോലിക്ക് വേണ്ടി വരുന്ന സമയത്ത് അവർക്ക് വേണ്ടത് ബേസിക് ആയിട്ട് വേണ്ടത് ഫോർമൽസ് ആണ്. അതായത് ഫോർമൽ പാൻറ്റും അതുപോലെ തന്നെ ഫോർമൽ ഷർട്ട്സും ഒക്കെയാണ് ഇവിടെ റിക്വയർ ചെയ്യപ്പെടുന്നത്. പലപ്പോഴും ഇവിടെ ജീൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാറില്ല. അതുപോലെ തന്നെ കോളേർഡ് ആയിട്ടുള്ള ടീഷർട്ടുകൾ അലൗഡ് ആണ്, പക്ഷേ ഒഫീഷ്യൽ ആയിട്ടുള്ള പരിപാടികൾക്ക് അത് അലൗഡ് അല്ല. അപ്പം നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊരിക്കലും കോളേർഡ് ആയിട്ടുള്ള ടീഷർട്ട്സ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ എന്താ പറയുക മീറ്റിംഗ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് അത് അനുവദിക്കില്ല. നമ്മളിപ്പോൾ സ്കൂളിൽ നിന്നൊരു പിക്നിക്കൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കത് ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷേ ഈ ഒരു കോളേർഡ് ആയിട്ടുള്ള ടീഷർട്ട് ഉപയോഗിക്കാൻ ആകെ അനുവാദമുള്ളത് ഇവിടെയുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനേഴ്സിന് മാത്രമാണ്. മറ്റാർക്കും അതിനുള്ള അനുവാദമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടീഷർട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെപ്പോഴും കോളേർഡ് ആയിട്ടുള്ള ടീഷർട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ജീൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പുറത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് മാത്രം കൊണ്ടുവരിക. നമുക്കൊരിക്കലും സ്കൂളിലേക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ഡ്രസ്സുകൾ കൊണ്ടുവരുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് വരിക. ഇനി നമ്മൾ എന്താ പറയുക ലേഡി ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെമിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അവർ പറയാറുണ്ട് സാരി ഒന്നും അലൗഡ് അല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഓരോ ഐലൻഡിലും ചെറിയ ചെറിയ നിയമങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ജെൻസിനെ പറഞ്ഞ പോലെ തന്നെ ലേഡി ടീച്ചേഴ്സിനും ജീൻസ് ഒന്നും അനുവദിക്കുന്നില്ല.
ബേസിക് ആയിട്ട് ജീൻസ് ഒന്നും അനുവദിക്കാറില്ല. അതുപോലെ തന്നെ ഈ ലെഗിൻസ് എന്ന് പറയുന്ന സംഭവം അധികമായിട്ട് അനുവദിച്ച് കാണാറില്ല. ഇപ്പോൾ എൻ്റെ ഒന്നും സ്കൂളിൽ ഞാൻ അങ്ങനെ അനുവദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലെഗിൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വളരെ ലോങ് ആയിട്ടുള്ള ടോപ്പുകളുടെ കൂടെ ഉപയോഗിക്കാനാണ് അവർ ആവശ്യപ്പെടാറുള്ളത്. ബേസിക്കലി കുറച്ച് പ്രൊഫഷണൽ ടച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാണ് അവർ ആവശ്യപ്പെടാറുള്ളത്, അതായത് ഓവർ റിവീൽഡ് അല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സുകൾ. അതുപോലെ രണ്ട് പേർക്കും ഉപയോഗപ്പെടുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ജെൻസിൻ്റെ കാര്യത്തിൽ ഫോർമൽസ് കൊണ്ടുവരാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോർമൽ ഷൂസ് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ജോഗിങ് ഷൂവോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുമ്പോഴുന്ന ഒരു ക്യാൻവാസ് പോലത്തെ ഷൂ ഒക്കെ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. കാരണം സ്കൂളിലേക്ക് നമ്മൾ ഫോർമൽ ഷൂസ് ഒക്കെ ഉപയോഗിക്കുന്നു, പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ക്യാൻവാസ് ഷൂ, കാരണം ഇവിടെയൊക്കെ മണലാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ചെരുപ്പ് ഓക്കെയാണ്, അതിൻ്റെ കൂടെ തന്നെ ഷൂവും കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. നമ്മളൊരു ജോഗിങ്ങിനോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കിത് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് ആ വെയിലൊക്കെ അടിച്ച് നിങ്ങളിങ്ങനെ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ടാൻ ഒന്നും വരാതിരിക്കാനൊക്കെ ഇത് കുറച്ച് ഉപയോഗപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് ജെൻസ് ആയാലും ലേഡി ടീച്ചേഴ്സ് ആയാലും അവരൊക്കെ ഈ ഒരു ഷൂസ് കയ്യിൽ കരുതുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഷൂ കരുതുന്നത് നന്നായിരിക്കും. അതുപോലെ ജെൻസ് സ്റ്റാഫിന് മറ്റൊരു കാര്യം പറയുന്നത് ടൈ, അതായത് നമ്മളുടെ ഐലൻഡിൽ നമ്മൾ സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമാണ് ടൈ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ മെയിൻ ഐലൻഡിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ എപ്പോഴും ടൈ ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടൈ കരുതുന്നത്, ഒരു ടൈ അല്ല, ഒരു 2-3 ടൈ കരുതുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ എപ്പോഴും ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല, എന്നിരുന്നാലും ആ സാധനം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ജെൻസ് ആയാലും അതുപോലെ ലേഡി ടീച്ചേഴ്സ് ആയാലും എല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇൻഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് വെയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ ഈ ഷൂവിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകാതിരിക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയാനുള്ളത് നമ്മളുടെ വെസൽസിനെ കുറിച്ച് അല്ലെങ്കിൽ കിച്ചൺ ഐറ്റംസിനെ കുറിച്ചാണ്. കിച്ചൺ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആ സാധനങ്ങൾ വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിലെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഹൈ പ്രൈസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ല, അത് ഹൈ പ്രൈസ്ഡ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് ഒരു 1.5 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു 2 ലിറ്ററിൻ്റെ ഒക്കെ ഒരു പ്രഷർ കുക്കർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കറി വെക്കാനും അതുപോലെ ഒരു ചായ വെക്കാനുമുള്ള ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് സ്പൂണുകളും അതുപോലെ ഇങ്ങനെയുള്ള സ്പൂണുകൾ, ഗ്ലാസ്സുകൾ, പ്ലേറ്റുകൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആദ്യം വരുന്ന സമയത്ത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ ഒരു പ്രഷർ കുക്കർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസാണ്. അതുപോലെ തന്നെ ഞാൻ കെറ്റിലിൻ്റെയൊക്കെ വില കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കെറ്റിലിനൊക്കെ 800 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 4000-ന്റെ അടുത്തായി. അപ്പോൾ ഒരു കെറ്റിലൊക്കെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കാനോ കാപ്പി ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. നിങ്ങളിപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 10,000-2000 രൂപയ്ക്കൊക്കെ നല്ല കെറ്റിൽസ് കിട്ടാനുണ്ട്. ആ ഒരു വലിപ്പമുള്ള കെറ്റിൽസ് അല്ല, വളരെ ചെറിയ കെറ്റിൽസിന് തന്നെ ഇവിടെ നമ്മൾ ഇന്ത്യൻ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 4000 രൂപയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ പാത്രങ്ങൾ കൊണ്ടുവരുന്ന കാര്യം മറന്നു പോകാതിരിക്കുക. ഇനിയുള്ളത് കുറച്ച് കോസ്മെറ്റിക്സ് കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് നിങ്ങളൊരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ബ്യൂട്ടി കോൺഷ്യസിൻ്റെ മാത്രമല്ല സൗന്ദര്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ മിക്ക ഐലൻഡുകളിലും എല്ലാവിധ കോസ്മെറ്റിക് ഐറ്റംസും നമുക്ക് കിട്ടും. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി വില കൂടുതലായിരിക്കും എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. സ്പെഷ്യലി സൺസ്ക്രീമിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നല്ല ചൂടാണ്. ആ ഒരു ചൂട് കാലാവസ്ഥയിൽ നമുക്ക് സൺസ്ക്രീമുകൾ നന്നായിട്ട് ഉപയോഗപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രീംസ് നല്ല ഒരു കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നത് ബെറ്റർ ആയിരിക്കും. ഒരു SPF 50 or 60 ഒക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതും അത് ഡെയിലി ഉപയോഗിക്കുന്നതും നിങ്ങളുടെ ആ ഒരു ടാനൊക്കെ അടിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിരിക്കും. അപ്പോൾ അത് കാരണം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഹൈ പ്രൈസ്ഡ് ആയിട്ട് മേ ബി നിങ്ങൾക്കത് ഫീൽ ചെയ്തേക്കാം. അതുകൊണ്ടാണ് പറയുന്നത് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്കത് കൊണ്ടുവരുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് എന്നെനിക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. ഇതിൽ പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലാപ്ടോപ്പിനെ കുറിച്ചാണ്.
പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും, നമ്മൾ വരുന്ന സമയത്ത് ലാപ്ടോപ്പ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോയെന്ന്. ലാപ്ടോപ്പ് കൊണ്ടുവരുന്നത് ആക്ച്വലി നല്ലതാണ്. കാരണം നമ്മുടെ ക്ലറിക്കൽ വർക്ക്സ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവിലൊക്കെ ആയിട്ടാണ് നമ്മളിത് ചെയ്യുക. ആ സമയത്ത് ഇത് കൊണ്ടുവരുന്നത് വളരെ ബെനഫിഷ്യലാണ്. നമുക്ക് സ്കൂളിൽ നിന്ന് ടാബ്ലറ്റുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ ലാബ്സ് ഉണ്ടാവും, നമ്മുടെ സ്റ്റാഫ് റൂമിൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ നമ്മളൊരു PPT കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ലാപ്ടോപ്പ് ഉണ്ടാവുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്ര വലിയ ഹൈ കോൺഫിഗറേഷൻ ഒന്നും ഉള്ള ലാപ്ടോപ്പിനൊന്നും ആവശ്യമില്ല. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വേർഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, എക്സൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു PPT ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഒരു ചെറിയ കോൺഫിഗറേഷൻ ഉള്ള ഒരു ലാപ്ടോപ്പ് കയ്യിൽ വെക്കുന്നത് ബെറ്ററാണ്. അല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്ന് ടാബ്ലറ്റ് വാങ്ങിയിട്ട് അത് ഉപയോഗിക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ഒരു പ്രൈവസി കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കൺസേൺ ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയൊരു ലാപ്ടോപ്പ് കൊണ്ടുവരുന്നത് ബെറ്റർ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഫൈനലായിട്ട് പറയാനുള്ളത് ജനറൽ ആയിട്ടുള്ള, അതായത് നമ്മളുടെ മെഡിസിൻസിനെ കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള അസുഖം സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് അവരുടെ അടുത്തു നിന്നുള്ള പ്രിസ്ക്രിപ്ഷൻ വാങ്ങി ആ ഒരു മരുന്നുകൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ മറ്റൊരു കൺട്രിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പല മെഡിസിൻസും അലൗ ചെയ്യാറില്ല. പക്ഷെ നമ്മളുടെ കയ്യിൽ പ്രിസ്ക്രിപ്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ തലവേദനയ്ക്കും ഒക്കെയുള്ള മെഡിസിൻസും അതുപോലെ തുമ്മലിനൊക്കെയുള്ള സിട്രിസിൻ പോലുള്ള മെഡിസിൻസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാവുന്നതാണ്. ഒരു ഡോക്ടറെ കണ്ടിട്ട് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇതൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്. അതായത് ഈ തൊണ്ടവേദന അതുപോലെ തന്നെ തലവേദന ഇതിനുള്ള മെഡിസിൻസ് ഒക്കെ ഫസ്റ്റ് കൊണ്ടുവരുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഇവിടെ വന്നിട്ട് ഈ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിൽ ചിലപ്പം ചില ആൾക്കാർക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല തലവേദന അനുഭവപ്പെടാറുണ്ട്. ഇപ്പം ഞാൻ വന്ന സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം ഈ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, തലവേദന ഈ ഒരു വെയിലത്ത് പോയി വരുമ്പോൾ നല്ല തലവേദന നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു തലവേദന വരുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഗുളിക കൊണ്ടുവരാം. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ക്ലൈമറ്റ് പിടിക്കാതെ നമുക്ക് നീരിറക്കമൊക്കെ വന്നിട്ട് ചിലപ്പോൾ തൊണ്ടവേദനയൊക്കെ ഉണ്ടാവും. അങ്ങനെ തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ തൊണ്ടവേദനേൻ്റെ ഗുളികകൾ കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഗുളികകൾ കൊണ്ടുവരുന്നത്, ബേസിക് ആയിട്ടുള്ള ഗുളികകളൊക്കെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മെഡിസിൻ കൊണ്ടുവരുന്നത് ബെറ്റർ ആയിരിക്കും. അതുപോലെ വിക്സ് ഒക്കെ പറ്റുകയാണെങ്കിൽ കൊണ്ടുവന്നോളൂ. കാരണം ഇവിടെ കുറച്ച് കൂടുതലാണ്, അതായത് നമ്മുടെ നാട്ടിലെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. എന്ന് വെച്ചിട്ട് കുറേ ബണ്ടിൽസ് കൊണ്ടുവരണം എന്നല്ല പറയുന്നത്. ഒരെണ്ണം ഒക്കെ ബേസിക് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലൈമറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു കുട കയ്യിൽ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. എപ്പോഴാണ് വെയിലടിക്കുക എപ്പോഴാണ് മഴ പെയ്യാമെന്നൊന്നും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയിട്ട് പുറത്ത് മഴ ചാറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് വെയിലായാലും മഴയായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുട എന്ന് പറയുന്നത്. അപ്പോൾ അതൊരെണ്ണം കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നെസസിറ്റി ആയിട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുറത്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കുറച്ചുണ്ട്. കുട്ടികളൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ കളിക്കുന്നതിൻ്റെ ശബ്ദമൊക്കെയാണ്, അതൊന്ന് മൈൻഡ് ചെയ്യേണ്ട. മാൽദീവ്സിലെ ജോബ്സുമായി റിലേറ്റ് ചെയ്യുന്ന ഇതേപോലുള്ള കോണ്ടന്റുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് മുന്നേ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങോട്ടേക്ക് എങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ എന്താ പറയുക, അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ആവശ്യമാണ്. അപ്പോൾ ആ ഗൂഗിൾ ഫോമിൻ്റെ സെർച്ചിങ്ങിലാണ്. ആ ഗൂഗിൾ ഫോം കിട്ടിയാൽ ഉടൻ തന്നെ അത് ഇങ്ങോട്ടേക്ക് വരാനുള്ള ആ ഒരു പ്രൊസീജിയേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒന്നാണെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ദിസ് ഈസ് ആനിലി വി സൈനിങ് ഓഫ്. സി യു. ബൈ ബൈ.